ക്ലാസ്സിൽ നമ്മൾ എൻസൈം കറ്റാലിസിസ് എന്താണെന്നാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ സർഫസ് കെമിസ്ട്രിയിൽ നമ്മൾ 3 പാർട്ടായിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ട് അഡ്സോർപ്ഷൻ നമ്മൾ പഠിച്ചു, സെക്കൻഡ് പാർട്ട് കറ്റാലിസിസ് പഠിച്ചു. ഇനി തേർഡ് പാർട്ട് കൊളോയിഡ്സ് അല്ലെങ്കിൽ കൊളോയിഡൽ സ്റ്റേറ്റിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. പിന്നെ എന്താണ് കൊളോയിഡൽ സ്റ്റേറ്റ് എന്ന് നോക്കാം. A colloidal system is heterogeneous and consists of two phases, the dispersed phase and dispersion medium. അതായത് ഒരു കൊളോയിഡൽ സിസ്റ്റത്തിനകത്ത് 2 ഫേസസ് ഉണ്ട്. ഒരു ഡിസ്പേഴ്സ്ഡ് ഫേസും ഒരു ഡിസ്പേർഷൻ മീഡിയം ഉണ്ടാവും. The dispersed phase consists of colloidal particles and dispersion medium is one in which the colloidal particles are dispersed. ഇപ്പോൾ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത് കൊളോയിഡൽ പാർട്ടിക്കിൾസും ഡിസ്പേർഷൻ മീഡിയം എന്ന് പറഞ്ഞാൽ എവിടെയാണോ കൊളോയിഡൽ പാർട്ടിക്കിൾസ് സ്പ്രെഡ് ആവണേ അതിനെയാണ് ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയാം. അതിന് എക്സാമ്പിളായിട്ട് സ്റ്റാർച്ച് സൊല്യൂഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റാർച്ച് സൊല്യൂഷൻ ഒരു കൊളോയിഡൽ സൊല്യൂഷനാണ്. അവിടെ സ്റ്റാർച്ചാണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്, വാട്ടറാണ് ഡിസ്പേർഷൻ മീഡിയം. സ്റ്റാർച്ച് വെള്ളത്തിൽ ഡിസ്പേഴ്സ് ചെയ്തുണ്ടാവുന്നതാണ് സ്റ്റാർച്ചിൻ്റെ കൊളോയിഡൽ സൊല്യൂഷൻ. The diameter of colloidal particles is in between 1 and 1000 nanometer. കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ ഡയമീറ്റർ പാർട്ടിക്കിൾ സൈസിനെ ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യണേ. അതിൻ്റെ ഡയമീറ്റർ എത്രയാണ് വരണേ? 1 and 1000 നാനോമീറ്ററിൻ്റെ ഇടയിലാണ് വരിക. അതായത് സൊല്യൂഷൻസ് മെയിനായിട്ട് 3 തരത്തിലുള്ള സൊല്യൂഷൻസാണ് ഉള്ളത്. അത് ട്രൂ സൊല്യൂഷൻസ് ഉണ്ട്, കൊളോയിഡ്സ് ഉണ്ട്, സസ്പെൻഷൻസ് ഉണ്ട്. അതിൽ ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ്, സസ്പെൻഷൻ ഇങ്ങനെ ഒരു 3 ക്ലാസിഫിക്കേഷൻ വരുന്നത് ആ പാർട്ടിക്കിൾ സൈസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം ട്രൂ സൊല്യൂഷൻ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, ഷുഗർ സൊല്യൂഷൻ. കൊളോയിഡിന് എക്സാമ്പിളാണ് സ്റ്റാർച്ച് സൊല്യൂഷൻ. സസ്പെൻഷൻ എക്സാമ്പിളാണ് ലൈം വാട്ടർ. അതായത് കുമ്മായം വെള്ളത്തിൽ കലക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെ അടിഞ്ഞു കിടക്കുന്നില്ലേ, കട്ടി കൂടിയ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് അത് കിടക്കുന്ന അതിന് സസ്പെൻഷൻ എന്ന് പറയും. അപ്പോൾ പാർട്ടിക്കിൾ സൈസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ 3 ക്ലാസിഫിക്കേഷൻ വന്നേക്കുന്നത്. സസ്പെൻഷനും കൊളോയിഡും സൊല്യൂഷൻ എന്ന് പറയുന്നത് ട്രൂ സൊല്യൂഷനാണ്. അപ്പോൾ സസ്പെൻഷൻ ആണെങ്കിൽ പാർട്ടിക്കിളിൻ്റെ സൈസ് ഗ്രേറ്റർ ദാൻ 1000 നാനോമീറ്ററും കൊളോയിഡ് ആണെങ്കിൽ പാർട്ടിക്കിൾ സൈസ് ഇൻ ബിറ്റ്വീൻ 1 to 1000 നാനോമീറ്ററും ആയിരിക്കും. സൊല്യൂഷൻ ആണെങ്കിൽ പാർട്ടിക്കിൾ ഡയമെൻഷൻ ലെസ് ദാൻ 1 നാനോമീറ്ററാണ്. ഇനി ഇതിൻ്റെ ഫിൽട്ടർ ചെയ്യുന്നതിലും വ്യത്യാസമുണ്ട്. സസ്പെൻഷനെ നമുക്ക് ഓർഡിനറി ഫിൽറ്റർ പേപ്പറിലൂടെ ഫിൽട്ടർ ചെയ്യാൻ പറ്റും. സാധാരണ ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് ഈ സൊല്യൂഷനെ നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രസിപ്പിറ്റേറ്റ് എല്ലാം ഫിൽറ്റർ പേപ്പറിനകത്ത് റിട്ടേൺ ചെയ്യും, ക്ലിയർ സൊല്യൂഷൻ താഴേക്ക് പോരുകയും ചെയ്യും. എന്നാൽ കൊളോയിഡ്സിനെ നമുക്ക് ഓർഡിനറി ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്യാനായിട്ട് പറ്റില്ല. അതിനുള്ള കാരണം എന്താ? ഓർഡിനറി ഫിൽറ്റർ പേപ്പറിൻ്റെ പോറിൻ്റെ സൈസിനേക്കാൾ ചെറുതാണ് കൊളോയിഡ് പാർട്ടിക്കിൾസിൻ്റെ സൈസ്. അതുകൊണ്ട് അത് ആ പോറിലൂടെ കടത്തി വിടും. അതുകൊണ്ട് ആ ഫിൽറ്റർ പേപ്പറിൻ്റെ പോസിന് അതായത് ഒരു കോട്ടിംഗ് കൊടുക്കും. ആ കോട്ടിംഗ് കൊടുത്തു കഴിയുമ്പോൾ പോസിൻ്റെ വലുപ്പം ചെറുതാവും. അങ്ങനെ ഫോം ചെയ്യുന്ന ഫിൽറ്റർ പേപ്പറിൻ്റെ പേരാണ് അൾട്രാ ഫിൽറ്റർ പേപ്പർ. അപ്പോൾ അൾട്രാ ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ഫിൽറ്റർ ചെയ്യാനായിട്ട് കൊളോയിഡ്സിനെ പറ്റും. പക്ഷേ ട്രൂ സൊല്യൂഷനെ നമുക്ക് ഫിൽറ്റർ ചെയ്യാനേ പറ്റില്ല. ഇനി ഇതിൻ്റെ സെറ്റിലിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. സസ്പെൻഷൻ കട്ടി കൂടിയ പ്രസിപ്പിറ്റേറ്റ് ആണ്, അത് പെട്ടെന്ന് തന്നെ സെറ്റിൽ ചെയ്യും. എന്നാൽ കൊളോയിഡ് സെറ്റിൽസ് ഓൺ സെൻട്രിഫ്യൂഗേഷൻ. കഞ്ഞിവെള്ളം നമുക്കറിയാം, അതിനെ ഇങ്ങനെ വെറുതെ വെച്ചിരുന്നാലൊന്നും കംപ്ലീറ്റ് ആയിട്ട് സെറ്റിൽ ചെയ്ത് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെൻട്രിഫ്യൂഗൽ പമ്പ് ഉണ്ട്. അതിൽ വെച്ച് കറക്കി കഴിയുമ്പോൾ ക്ലിയർ സൊല്യൂഷൻ മേലെയായിട്ടും പ്രസിപ്പിറ്റേറ്റ് താഴെയായിട്ടും കിടക്കും. എന്നാൽ ട്രൂ സൊല്യൂഷൻ്റെ കേസിൽ അത് സെറ്റിൽ ചെയ്യുന്നില്ല. ഇനി അപ്പിയറൻസ് എങ്ങനെയാണെന്ന് നോക്കാം. സസ്പെൻഷൻ ഒപ്പേക്ക് ആയിട്ടായിരിക്കും അപ്പിയർ ചെയ്യുക. കൊളോയിഡ്സ് ജനറലി ക്ലിയർ ആണ്, സൊല്യൂഷനും ക്ലിയർ ആണ്. ഡിഫ്യൂഷൻ, സസ്പെൻഷൻ്റെ കേസിൽ ഡിഫ്യൂഷൻ പോസിബിൾ അല്ല. കൊളോയിഡിൻ്റെ കേസിൽ സ്ലോ ഡിഫ്യൂഷൻ പറ്റും. സൊല്യൂഷൻ്റെ കേസിൽ ഡിഫ്യൂസസ് റാപ്പിഡ്ലി. ഇനി അടുത്തത് ബ്രൗണിയൻ മോഷൻ. ഇത് നിങ്ങൾ പഠിക്കാൻ വരണേ ഉള്ളൂ, കൊളോയിഡ്സിൻ്റെ പ്രോപ്പർട്ടിയിൽ വരണതാണ്, അന്നേരം നമുക്ക് പഠിക്കാം. സസ്പെൻഷനും കൊളോയിഡ്സും ബ്രൗണിയൻ മോഷൻ കാണിക്കും, പക്ഷേ സൊല്യൂഷൻ
കാണിക്കില്ല. ബ്രൗണിയൻ മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ യാതൊരു ഓർഡറും ഇല്ലാതെ ഒരു സിക്സാക് മോഷൻ ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസിനെയാണ് ബ്രൗണിയൻ മൂവ്മെൻറ്റ് എന്ന് പറയുക. അതായത് കുറച്ച് വെള്ളം ഒരു പാത്രത്തിലെടുത്തിട്ട് അതിനകത്ത് പൂമ്പൊടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ് പോലുള്ള ഒരു സിക്സാക് മോഷൻ, യാതൊരു ഓർഡറും ഇല്ലാതെ മൂവ്മെൻറ്റിനെയാണ് ബ്രൗണിയൻ മൂവ്മെൻറ്റ് എന്ന് പറയുക. അടുത്ത ടിൻഡാൽ ഇഫക്റ്റ്. ഇതും നമ്മൾ കൊളോയിഡിൻ്റെ പ്രോപ്പർട്ടി പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയി പഠിക്കും. ടിൻഡൽ ഇഫക്റ്റ് എന്ന് വെച്ചാൽ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ബൈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആണ്. അത് സസ്പെൻഷനും കാണിക്കും, കൊളോയിഡ്സും കാണിക്കും. പക്ഷേ ട്രൂ സൊല്യൂഷൻ ലൈറ്റിനെ സ്കാറ്റർ ചെയ്യുന്നില്ല. അപ്പം ഇത്രയാണ് സസ്പെൻഷനും കൊളോയിഡും ട്രൂ സൊല്യൂഷനും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ. Colloids are common in everyday life. Some examples include whipped cream, കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വിപ്പിംഗ് ക്രീം ഇല്ലേ, അതുപോലെ തന്നെ മയോണൈസ്, മിൽക്ക്, ബട്ടർ, ജെലാറ്റിൻ, ജെല്ലി, മഡി വാട്ടർ, പ്ലാസ്റ്റർ, കളേർഡ് ഗ്ലാസ് ആൻഡ് പേപ്പർ. ഇതെല്ലാം ഏതിന് വരുന്ന എക്സാമ്പിൾസ് ആണ്? കൊളോയിഡ്സിന് വരുന്ന എക്സാമ്പിൾസ് ആണ്. ഈ ടൈപ്സ് ഓഫ് കൊളോയിഡ്സ് ക്ലാസിഫിക്കേഷൻ പലതരത്തിലുണ്ട്. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ based on the state of the dispersed phase and dispersion medium. ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെയും ഡിസ്പേർഷൻ മീഡിയത്തിൻ്റെയും ഫിസിക്കൽ സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. ഡിസ്പേർഷൻ മീഡിയം ഗ്യാസും ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡും ആണെങ്കിൽ ആ കൊളോയിഡിന് പറഞ്ഞ പേരാണ് എയറോസോൾ. അതിന് എക്സാമ്പിളാണ് ഫോഗ്, ക്ലൗഡ്. ഡിസ്പേർഷൻ മീഡിയം ഗ്യാസും ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡും ആണെങ്കിൽ അവർ എയറോസോൾ എന്ന് തന്നെ പറയും. അതിന് എക്സാമ്പിളാണ് സ്മോക്ക്. അടുത്തത് ഡിസ്പേർഷൻ മീഡിയം ലിക്വിഡും ഡിസ്പേഴ്സ്ഡ് ഫേസ് ഗ്യാസും ആണ് കൊളോയിഡിന് പറഞ്ഞതാണ് ഫോം. അതിന് എക്സാമ്പിളാണ് വിപ്ഡ് ക്രീം, സോഡ വാട്ടർ. അടുത്തത് ഡിസ്പേർഷൻ മീഡിയം ലിക്വിഡും ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡും ആണ് അതിന് ഇമൽഷൻ എന്ന് പറയും. അതിന് എക്സാമ്പിളാണ് മിൽക്ക്, ഹെയർ ക്രീം. അടുത്തത് ഡിസ്പേർഷൻ മീഡിയം ലിക്വിഡും ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡും ആണെങ്കിൽ ആ സോളിന് പറഞ്ഞ പേരാണ് സോൾ. അതിന് എക്സാമ്പിളാണ് പെയിൻറ്റ്, സെൽ ഫ്ലൂയിഡ്സ്. ഡിസ്പേർഷൻ മീഡിയം സോളിഡും ഡിസ്പേഴ്സ്ഡ് ഫേസ് ഗ്യാസും ആണെങ്കിൽ അവർക്ക് പറഞ്ഞതാണ് സോളിഡ് സോൾ. അതിന് എക്സാമ്പിളാണ് പ്യൂമിസ് സ്റ്റോൺ, പ്ലാസ്റ്റിക് ഫോംസ്. കാല് ഉപ്പുറ്റിയൊക്കെ വിണ്ട് കീറുമ്പം അത് റബ്ബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റോണാണ് പ്യൂമിസ് സ്റ്റോൺ. ഡിസ്പേർഷൻ മീഡിയം സോളിഡും ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡും ആണെങ്കിൽ അവർക്ക് പറയുന്നതാണ് ജെൽ. അതിന് എക്സാമ്പിളാണ് ജെല്ലി, ചീസ്. ഡിസ്പേർഷൻ മീഡിയം സോളിഡും ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡും ആണെങ്കിൽ ആ കൊളോയിഡിന് പറഞ്ഞ പേരാണ് സോളിഡ് സോൾ. അതിന് എക്സാമ്പിളാണ് റൂബി ഗ്ലാസ്. ഇനി ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും തമ്മിലൊരു സ്ട്രോങ് അട്രാക്ഷൻ ആണെങ്കിൽ ആ കൊളോയിഡ്സിന് പറഞ്ഞ പേരാണ് ലയോഫിലിക് കൊളോയിഡ്സ്. ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയം തമ്മിൽ സ്ട്രോങ് അട്രാക്ഷൻ ഇല്ല എങ്കിൽ അവർക്ക് പറഞ്ഞ പേരാണ് ലയോഫോബിക് സോൾസ്. അപ്പോൾ കൊളോയിഡ്സ് ഇൻ വിച്ച് ദർ ഇസ് സ്ട്രോങ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം ഇസ് കോൾഡ് ലയോഫിലിക് കൊളോയിഡ്സ്. ഇനി കൊളോയിഡ്സ് ഇൻ വിച്ച് ദർ ഇസ് നോ സ്ട്രോങ് ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം ഇസ് കോൾഡ് ലയോഫോബിക് കൊളോയിഡ്സ്. ഇനി ഡിസ്പേർഷൻ മീഡിയം വാട്ടർ ആണെങ്കിൽ ഇതിനെ ലയോഫിലിക് എന്നും ലയോഫോബിക് എന്നതിനും പകരമായിട്ട് ഹൈഡ്രോഫിലിക് എന്നും ഹൈഡ്രോഫോബിക് എന്നുമാണ് പറയാം. അപ്പോൾ ഡിസ്പേർഷൻ മീഡിയം നമ്മൾ യൂസ് ചെയ്യുന്നത് വാട്ടർ ആണെങ്കിൽ അവരെ ലയോഫിലിക് എന്നതിന് പകരം ഹൈഡ്രോഫിലിക് എന്നും ലയോഫോബിക് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോഫോബിക് എന്നാണ് പറയാറ്. അത് ലയോഫിലിക് എന്ന് വെച്ചാൽ സോൾവെൻറ്റ് ലവിങ് എന്നാണ് മീനിങ്. ലയോഫോബിക് മീൻസ് സോൾവെൻറ്റ് ഹേറ്റിംഗ്. ഇപ്പോൾ സോൾവെൻറ്റ് വാട്ടർ ആണെങ്കിൽ അവർ വാട്ടർ ലവിങ് കൊളോയിഡ്സിനെയാണ് ഹൈഡ്രോഫിലിക് എന്ന് പറയുക. വാട്ടർ ഹേറ്റിംഗ് കൊളോയിഡ്സിനെയാണ് ഹൈഡ്രോഫോബിക് എന്ന് പറയുക. ഇനി ലയോഫിലിക്കും ലയോഫോബിക്കും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ നോക്കാം. ഇത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. സർഫസ് ടെൻഷൻ ലയോഫിലിക്കിൻ്റെ കേസിൽ ഇറ്റ് ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് ദ ഡിസ്പേർഷൻ മീഡിയം ആയിരിക്കും. ലയോഫോബിക്കിൻ്റെ കേസിൽ ഇറ്റ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദ ഡിസ്പേർഷൻ മീഡിയം ആണ്. വിസ്കോസിറ്റി ഈസ് മച്ച് ഹയർ ദാൻ ദാറ്റ് ഓഫ് ദ മീഡിയം ഇൻ ദ കേസ് ഓഫ് ലയോഫിലിക്, സെയിം ആസ് ദാറ്റ് ഓഫ് ദ മീഡിയം ഇൻ ദ കേസ് ഓഫ് ലയോഫോബിക്. ഇനി ലയോഫിലിക്കിൻ്റെ കേസിൽ അത് റിവേഴ്സിബിൾ ആണ്. ലയോഫോബിക്കിൻ്റെ കേസിൽ അത് ഇറിവേഴ്സിബിൾ ആണ്. ലയോഫിലിക്കിൻ്റെ കേസിൽ അത് മോർ സ്റ്റേബിൾ ആണ്. ലയോഫോബിക്കിൻ്റെ കേസിൽ അത് ലെസ്
സ്റ്റേബിളാണ്. വിസിബിലിറ്റി. ലയോഫിലിക്കിൻ്റെ കേസിൽ പാർട്ടിക്കിൾസ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ഈവൻ അണ്ടർ അൾട്രാ മൈക്രോസ്കോപ്പ്. ലയോഫിലിക്കിൻ്റെ കേസിൽ ഒരു അൾട്രാ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിയാൽ പോലും പാർട്ടിക്കിൾസിനെ കാണാനായിട്ട് പറ്റില്ല. എന്നാൽ ലയോഫോബിക്കിൻ്റെ കേസിൽ പാർട്ടിക്കിൾസ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് അണ്ടർ അൾട്രാ മൈക്രോസ്കോപ്പ്. ഈ മൈഗ്രേഷൻ. ലയോഫിലിക്കിൻ്റെ കേസിൽ പാർട്ടിക്കിൾസ് മേ മൈഗ്രേറ്റ് ഇൻ ഐദർ ഡയറക്ഷൻ ആൻഡ് ഡു നോട്ട് മൈഗ്രേറ്റ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ബിക്കോസ് ദേ ഡു നോട്ട് ക്യാരി എനി ചാർജ്. ലയോഫിലിക്കിൻ്റെ കേസിൽ പാർട്ടിക്കിൾസ് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും മൈഗ്രേറ്റ് ചെയ്യും, പക്ഷേ അത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ മൈഗ്രേറ്റ് ചെയ്യില്ല. അതിനുള്ള കാരണം അവർക്ക് ചാർജ് ഇല്ല. എന്നാൽ ലയോഫോബിക്കിൻ്റെ കേസിൽ ദേ മൈഗ്രേറ്റ് ഐദർ ടുവേർഡ്സ് കാഥോഡ് ഓർ ആനോഡ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ബിക്കോസ് ദേ ക്യാരി ചാർജ്. അപ്പോൾ ലയോഫിലിക്ക് ചാർജ് ഉള്ള പാർട്ടിക്കിൾസ് അല്ല, എന്നാൽ ലയോഫോബിക്കിൻ്റെ കേസിൽ അവർ ചാർജ് ക്യാരി ചെയ്യുന്നവരാണ്. നെക്സ്റ്റ് ഈസ് ആക്ഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. Addition of smaller quantity of electrolyte has little effect. ഈ കൊളോയിഡിനകത്തേക്ക് കുറച്ച് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വലിയ വ്യത്യാസമൊന്നും ആ കൊളോയിഡൽ സ്റ്റേറ്റിന് വരാൻ പറ്റണില്ല. പക്ഷേ ലയോഫോബിക്കിൻ്റെ കേസിൽ നമ്മൾ ആ കൊളോയിഡിലേക്ക് കുറച്ച് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊയാഗുലേഷൻ നടക്കും. ഹൈഡ്രേഷൻ. ലയോഫിലിക്കിൻ്റെ കേസിൽ എക്സ്റ്റെൻസീവ് ഹൈഡ്രേഷൻ നടക്കും, പക്ഷേ ലയോഫോബിക്കിൻ്റെ കേസിൽ ഹൈഡ്രേഷൻ നടക്കില്ല. ലയോഫിലിക് സോൾട്ട്സിന് എക്സാമ്പിളാണ് ഗം, ജലാറ്റിൻ, സ്റ്റാർച്ച്, പ്രോട്ടീൻസ്, റബ്ബർ എക്സെട്ര. എന്നുവെച്ചാൽ നേച്ചറിൽ കാണുന്നവർ ഗം, ജലാറ്റിൻ, സ്റ്റാർച്ച്, പ്രോട്ടീൻസ്, റബ്ബർ എക്സെട്ര. ലയോഫോബിക്കിന് എക്സാമ്പിളാണ് മെറ്റൽസ് ലൈക്ക് ഗോൾഡ്, സിൽവർ, ഹൈഡ്രോക്സൈഡ്സ് ഓഫ് അലുമിനിയം ഹൈഡ്രോക്സൈഡ്, ഫെറിക് ഹൈഡ്രോക്സൈഡ്, മെറ്റൽ സൾഫൈഡ്സ് ലൈക്ക് AS2, S3 എക്സെട്ര. അപ്പോൾ ലയോഫിലിക്കും ലയോഫോബിക്കും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ എങ്ങനെയാണ്? ലയോഫിലിക്കിൻ്റെ കേസിൽ സർഫസ് ടെൻഷൻ ലോവർ ദാൻ ദാറ്റ് ഓഫ് ദ മീഡിയം ആയിരിക്കും. ലയോഫോബിക്കിൻ്റെ കേസിൽ സെയിം ആസ് ദാറ്റ് ഓഫ് ദ മീഡിയം ആയിരിക്കും. ഇൻ ദ കേസ് ഓഫ് ലയോഫിലിക് ദ വിസ്കോസിറ്റി ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ദ മീഡിയം, വെറാസ് ഇൻ ദ കേസ് ഓഫ് ലയോഫോബിക് viscosity is same as that of the medium. Lyophilic salts are reversible, whereas lyophobic is irreversible. Lyophilic is more stable, whereas lyophobic is less stable. Lyophilic salts can't be detected under ultramicroscope, whereas lyophobic can be detected under ultramicroscope. Next is lyophilic salts may migrate in either direction and do not migrate under the influence of an electric field because they do not carry any charge. Lyophobic particles migrate either towards anode or cathode in an electric field because they carry charge. Addition of smaller quantity of electrolyte has little effect in the case of lyophilic, whereas coagulation take place in the case of lyophoric. Extensive hydration take place in the case of lyophilic, whereas no hydration take place in the case of hydrophobic. New examples for lyophilic: gum, gelatin, starch, proteins, rubber, etc. Lyophilic in the case, lyophobic in the case examples: metals like gold, silver, hydroxides of aluminum hydroxide, ferric hydroxide, metal sulfides like arsenic sulfide, etc. അപ്പോൾ ലയോഫിലിക്കും ലയോഫോബിക്കും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ ക്ലിയർ ആയെന്ന് കരുതുന്നു.